ഹൽ അൻതി വഹീദ, നീ ഒറ്റക്കാണോ? വലമ്മ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അനുവാദം നൽകിയപ്പോൾ ലി അസ്ഹാബിഹി തൻ്റെ സഹാബികൾക്ക് ബിൽ ഹിജ്റതി ഇലൽ മദീന, മദീനയിലേക്ക് ഹിജ്റ പോകാൻ ബഅദ ബൈഅത്തിൽ അഖബത്തിൽ കുബ്ര, രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം അജ്മ അബൂ സലമ അംറഹു അലൽ ഹിജ്റതി ബി അഹ്ലിഹി, അബൂ സലമ ഹിജ്റ പോകാൻ തൻ്റെ കുടുംബത്തോടൊപ്പം ഹിജ്റ പോകാൻ തയ്യാറായി. ഫക്കാനത്ത് ഖിസ്സത്തു ഖുറൂജിഹ മഅസാത്തൻ ബാലിഗത്തൻ, അദ്ദേഹത്തിൻ്റെ ആ ഹിജ്റ പോകാനുള്ള പുറപ്പെടൽ അതൊരു വലിയ ദുരന്തമായിരുന്നു. നത്രുക്കു ഫിഹ അൽ ഹദീസ ലി ഉമ്മി സലമ, ആ കാര്യം ഉമ്മു സലമ തന്നെ പറയട്ടെ. തുഹദ്ദിസുന ബിലിസാനിഹ, അവൾ തൻ്റെ നാവ് കൊണ്ടത് പറയുന്നു. അൻ മറാഹിലി തിൽക്കൽ ഹിജ്റ, ആ ഹിജ്റയുടെ ഘട്ടങ്ങളെക്കുറിച്ച്. ആരാണ് ഈ ഉമ്മു സലമ? ഉമ്മു സലമ ഹിയ ഹിന്ദ് ബിന്ത് അബി ഉമയ്യത്ത്, ഹിന്ദ് എന്നാണ് അവരുടെ പേര്. അബി ഉമയ്യ, അബു ഉമയ്യയുടെ മകളായ ഹിന്ദ്. അല്ലദീ ലുഖിബ ബി സാദിർ റക്കബ്, അവരുടെ പിതാവ് ഉമ്മു സലമയുടെ പിതാവ് സാദുർ റക്കബ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ലിഅന്നഹു കാന ഇദാ സാഫറ ലാ യത്റുകു അഹദൻ യുറാഫിഖുഹു മഅഹു സാദുൻ ബൽ യക്ഫി സാഹിബഹു മിന സാദി, അതായത് ഇദ്ദേഹത്തിന് സാദുർ റക്കബ് എന്ന് പേര് വരാൻ കാരണം അദ്ദേഹം തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കുള്ള ഭക്ഷണം അദ്ദേഹമാണ് നൽകിയിരുന്നത്. ആരും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നില്ല. അത്രയും ഔദാര്യവതിയായിരുന്നു. അതുകൊണ്ടാണ് യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നവൻ എന്നർത്ഥമുള്ള സാദുർ റക്കബ് എന്ന അദ്ദേഹത്തിന് പേര് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഉമ്മു സലമ. അങ്ങനെ ഇവര് ഹിജ്റ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഉമ്മു സലമയും ഭർത്താവായ അബൂ സലമയും തങ്ങളുടെ മകനായ സലമയും. ഉമ്മു സലമ പറയുന്നു, ഹദ്ദസത്ത് ഉമ്മു സലമ ഖായിലതൻ പറയുന്നു, എന്താ പറയുന്നത്? അവരുടെ ആ യാത്രയെക്കുറിച്ച് പറയുകയാണ്. ലമ്മ അസ്മ അബൂ സലമ അൽ ഖുറൂജ ഇലൽ മദീനത്തി, അബൂ സലമ അതായത് തൻ്റെ ഭർത്താവ് മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറായപ്പോൾ റഹലലി ബൈറഹു, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തന്നു. സുമ്മ ഹമ്മലനി അലൈഹി, എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ മേലേക്ക് എന്നെ കയറ്റി. വഹമ്മല മഈ ഇബ്നി സലമ, എൻ്റെ കൂടെ എൻ്റെ മകനായ സലമയെയും ഫി ഹിജ്രി, എൻ്റെ മടിയിൽ ഇരുത്തി. എൻ്റെ മടിയിൽ സലമയെയും ഇരുത്തിക്കൊണ്ട് ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിരുന്നു. സുമ്മ ഖറജ ബി യഖൂദു ബൈറഹു, പിന്നെ അദ്ദേഹം ഞങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ ബൈറഹു അദ്ദേഹത്തിൻ്റെ ആ ഒട്ടകത്തെയും നയിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ മദീനയിലേക്ക് ഇവർ ഒട്ടകപ്പുറത്ത് യാത്ര പോവുകയാണ്. ഹിജ്റ. ഫലമ്മ റആഹു റിജാലു ബനിൽ മുഗൈറ, ബനുൽ മുഗൈറയിലെ ആളുകൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ, ബനുൽ മുഗൈറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ല, ഉമ്മു സലമയുടെ ഗോത്രക്കാരാണ് ബനുൽ മുഗൈറ. ഉമ്മു സലമയുടെ ഗോത്രക്കാർ ഇവർ പോകുന്നത് കണ്ടപ്പോൾ ഖാമു ഇലൈഹി ഫഖാലു, അവര് അവിടെ വന്നു, അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹാദിഹി നഫ്സുക ഗലബ്തന അലൈഹ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ ശരീരമാണ്, ഇതിൽ ഞങ്ങൾക്കൊരു അധികാരവുമില്ല. അറഅയ്ത സാഹിബത്തന ഹാദിഹി, എന്നാൽ ഞങ്ങളുടെ ഈ സാഹിബത്തിനെ, അതായത് ഞങ്ങളുടെ ഈ ആളെ, ഞങ്ങളുടെ ഈ സ്ത്രീയെ, അവരെ പറ്റി എന്താണ് നീ പറയുന്നത്? അലാമൻ അത്രുക്കുക തസീറു ബിഹാ ഫിൽ ബിലാദ്, എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നിന്റെ കൂടെ അവളെ പറഞ്ഞേക്കുക? നീ അവളെയും കൊണ്ട് ഈ നാട്ടിൽ കൂടെ പോകാൻ ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ അനുവദിക്കുക? എന്ന് വെച്ചാൽ ഇവരൊക്കെ മുശ്രിക്കുകളാണ്. ഉമ്മു സലമയുടെ ബന്ധുക്കൾ ആരും ഇസ്ലാം മതം, ഈ വന്നവരാരും ഇസ്ലാം മതം സ്വീകരിച്ചവരല്ല. അപ്പോൾ അവർ അബൂ സലമ ഉമ്മു സലമയെയും കൊണ്ട് ഹിജ്റ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ ഉമ്മു സലമയെ പോകാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഖാലത്ത്, ഉമ്മു സലമ പറയുന്നു, ഫനസഉ ഖിതാമൽ ബഈരി മിൻ യദിഹി, അവർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു വാങ്ങി. വ അഖദൂനി, എന്നിട്ട് അവർ എന്നെ എടുത്തു കൊണ്ടുപോവുകയാണ്. ഫഗളിബ ഇൻദ ദാലിക ബനു അബ്ദുൽ അസദ്, അപ്പോൾ ബനു അബ്ദുൽ അസദ് അത് മറ്റൊരു ഗോത്രമാണ്, അത് അബൂ സലമയുടെ ഗോത്രമാണ്. അബൂ സലമയുടെ ഗോത്രക്കാർ ഇത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവരും ദേഷ്യപ്പെട്ടു. വ അഹ്വ ഇലാ വലദിന, അവർ ഞങ്ങളുടെ മകന്റെ അടുക്കലേക്ക് വന്നു, സലമ ഞങ്ങളുടെ മകനായ സലമയുടെ അടുക്കലേക്ക്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അവരും മുശ്രിക്കുകളാണ്, അവരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, അബൂ സലമയും ഉമ്മു സലമയും മാത്രമാണ് സ്വീകരിച്ചത്. ലാ വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ നത്രുകു ഇബ്നന ഇൻദഹ, ഞങ്ങളുടെ മകനെ അവളുടെ അടുക്കൽ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. ഇത് നസഅതുമുഹ മിൻ സാഹിബിന, ഞങ്ങളുടെ സാഹിബിൽ നിന്നും, അതായത് അബൂ സലമയിൽ നിന്നും, ഞങ്ങളുടെ ആളാണ് അബൂ സലമ അല്ലെ, അബൂ സലമയിൽ നിന്നും നിങ്ങളതിനെ, അതായത്
ഈ അബൂസലമയുടെ ഗോത്രക്കാർ ഉമ്മുസലമയുടെ ഗോത്രക്കാരോട് പറയുകയാണ്, ഉമ്മുസലമയും ഉമ്മുസലമയുടെ മകനായ സലമയും അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരവരോട് പറയുകയാണ്, ഞങ്ങൾ ഈ കുട്ടിയെ വിടുകയില്ല. കാരണം ഈ കുട്ടി ഞങ്ങളുടെ ആളുടെ, അതായത് അബൂസലമയുടെ മകനാണ്. അബൂസലമ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് കുട്ടിയെ ഇവളുടെ കൂടെ വിടുകയില്ല. കുട്ടിയെ ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഫതജാദബു ഇബ്നി സലമ, എൻ്റെ മകനായ സലമയ്ക്ക് വേണ്ടി അവർ പിടിവലി കഴിഞ്ഞു. ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ പിടിവലിയായി. ഹത്ത ഖലഉഹു, അങ്ങനെ അവർ, അതായത് അബൂസലമയുടെ ഗോത്രക്കാര് അവനെ പിടിച്ചു കൊണ്ടുപോയി. വന്തലക്ക ബിഹി റഹത്തു അബിഹി, എൻ്റെ മകന്റെ ഉപ്പയുടെ മീൻസ് അബൂസലമയുടെ റഹത്ത്, അബൂസലമയുടെ കുടുംബം ഗോത്രം അവനെയും കൊണ്ട് പോയി. ഇന്തലക്ക ബിഹി, അവനെയും കൊണ്ടുപോയി. ഹബസനി ബനുൽ മുഗീറ, അതായത് എൻ്റെ ഗോത്രം ഹബസനി എന്തഹും, അവരുടെ അടുക്കൽ എന്നെ തടവിലാക്കി. എന്ന് വെച്ചാൽ അബൂസലമയെ മദീനയിലേക്ക് പോകാൻ വിട്ടു. പിന്നെ ഉമ്മുസലമയുടെ ഗോത്രക്കാർ പിടിച്ചു കൊണ്ടുപോയി. അവരുടെ മകനായ സലമയെ അബൂസലമയുടെ ഗോത്രക്കാരും കൊണ്ടുപോയി. 3 പേരെയും 3 വഴിക്കാക്കി. അങ്ങനെ സൗജി അബൂസലമ ഹത്താ ലഹഖ ബിൽ മദീനത്തി ഫിറാറൻ, എൻ്റെ ഭർത്താവ് അബൂസലമ ഫിറാറ മീൻസ് ഓടിക്കൊണ്ട്, പേടിച്ചോടുക അല്ലെ, അഭയം തേടി ഓടുക. അങ്ങനെ ഓടി മദീനയിലേക്ക് എത്തിച്ചേർന്നു. ബിദീനിഹി വ നഫ്സിഹി, അദ്ദേഹത്തിന്റെ ദീനും കൊണ്ടും അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും, ദീനും ശരീരവും സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തി. വഫീ ലഹലാത്തിൻ, ആ നിമിഷങ്ങളിൽ വജത്തു നഫ്സി മുമസ്സഖത ശംലി, ഞാൻ തകർന്നുപോയി. വഹീദത്തൻ ഫരീദത്തൻ, ഒറ്റപ്പെട്ടുപോയി. ഹൈസു ഫുർജഖ ബൈനി വ ബൈന സൗജി വ ബൈന ബിനി ഫീ സഅത്തിൻ, ഒരേ സമയം എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മകൻ്റെയും ഇടയിൽ വേർപാടുണ്ടാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ ഞങ്ങളെ എല്ലാവരെയും വേർപ്പെടുത്തി കളഞ്ഞു. വമുൻദു ദാലിക്കൽ യൗമി, ആ ദിവസം മുതൽ ജഅൽതു അഖ്റുജു കുല്ല ഗദാത്തിൻ, എല്ലാ ദിവസവും രാവിലെ ഞാൻ പുറപ്പെടും. ഇലൽ അബ്തഹി, ആ വാദിയിലേക്ക്, അതായത് ഞങ്ങളെ വേർപ്പെടുത്തിയ ആ വാദിയിലേക്ക്, ആ താഴ്വരയിലേക്ക് ഞാൻ പോകും എല്ലാ ദിവസവും. ഫഅജ്ലിസു ഫിൽ മക്കാനി ലദീ ഷഹിദ മഅസാതി, എൻ്റെ ആ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ സ്ഥലത്ത് ഞാൻ അവിടെ ഇരിക്കും. വഅസ്തഈദു സൂറത്തുൽ ലഹലാത്തി, ആ നിമിഷങ്ങളുടെ ചിത്രം ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ മനസ്സിലേക്ക്. അല്ലത്തി ഹീല ബൈനി വ ബൈന സൗജി വ ബൈന വലദി, എൻ്റെയും എൻ്റെ മകൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിൽ തടയിടപ്പെട്ട ആ നിമിഷങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഞാൻ എന്ന് വെച്ചാൽ ആ വേർപാട് അല്ലെങ്കിൽ ആ സംഭവം ഓർത്തുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് അവിടെ ഇരിക്കും എല്ലാ ദിവസവും പോയിട്ട്. രാത്രിയാകുന്നത് വരെ ഞാൻ അവിടെ കരഞ്ഞിരിക്കും. വബഖീതു അലാ ദാലിക സനതൻ, അതേ രൂപത്തിൽ ഞാൻ 1 വർഷം കഴിച്ചുകൂട്ടി. ഔ ഖരീബ മിൻഹ, അല്ലെങ്കിൽ 1 വർഷത്തോട് അടുത്ത കാലയളവ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ അവിടെ കഴിച്ചുകൂട്ടി. ഹത്താ മറബി റജുലു മിൻ ബനി അമ്മി, അങ്ങനെ എൻ്റെ പിതൃവിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു ആൾ എൻ്റെ അടുക്കൽ കൂടെ നടന്ന് പോവുകയുണ്ടായി ഒരു ദിവസം. വറക്കലിഹാലി, എൻ്റെ അവസ്ഥ കണ്ട അദ്ദേഹത്തിന് ദയ തോന്നി. വറഹിമനി, അയാൾ എന്നോട് കരുണ കാണിച്ചു. ഫക്കാൽ അലി ബനി കൗമി, എൻ്റെ ഗോത്രക്കാരോട്, എൻ്റെ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, അലാ തുഖ്രിജൂന ഹാദിഹിൽ മിസ്കീനത, ഈ പാവം സ്ത്രീയെ നിങ്ങൾ പുറത്തു വിടുന്നില്ലേ, നിങ്ങൾ മോചിപ്പിക്കുന്നില്ലേ? എത്ര കാലമായി ഇങ്ങനെ പിടിച്ചു വെക്കുന്നു? ഫറഖ്തും ബൈനഹ വ ബൈന സൗജിഹ വ ബൈന ബിനിഹ, നിങ്ങൾ അവളെയും അവളുടെ ഭർത്താവിൻ്റെയും അവളുടെ മകൻ്റെയും ഇടയിൽ വേർപാടുണ്ടാക്കിയില്ലേ? ഇനിയെങ്കിലും ഒന്ന് അവളെ മോചിപ്പിച്ച് വിട്ടുകൂടെ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. വമാസാല ബിഹിം യസ്തലീന ഖുലൂബഹും, അങ്ങനെ അവരുടെ മനസ്സലിഞ്ഞു. ഹത്താ ഖാലുലി, അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഇൽഹഖി ബി സൗജിക്ക് ഇൻ ശിഇതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. വറദ്ദ അലയ്യ ബനു അബ്ദുൽ അസദ് ഇബ്നി ഇൻദ ദാലിക, അതേസമയം തന്നെ ബനു അബ്ദുൽ അസദ്, അതായത് അബൂ സലമയുടെ ഗോത്രം എൻ്റെ മകനെ തിരിച്ചു തന്നു. ഫറഹൽതു ബഈരി, അങ്ങനെ ഞാൻ എൻ്റെ ഒട്ടകത്തിൽ കയറി. വളഅതു ഇബ്നി ഫീ ഹിജ്രി, ഞാൻ എൻ്റെ മകനെ എൻ്റെ മടിയിൽ വെച്ചു. സുമ്മ ഖറജ്തു ഉരീദു സൗജി ബിൽ മദീന, പിന്നെ മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെ ലക്ഷ്യമാക്കി ഞാൻ പുറപ്പെട്ടു. വമാ മഈ അഹദുൻ, എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നില്ല. മിൻ ഖൽഖില്ലാഹി, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒറ്റക്കാണ് ഞാൻ പോകുന്നത്. ഹത്താ ഇദാ കുൻതു ബിത്തൻഈം, അങ്ങനെ ഞാൻ തൻഈമിൽ എത്തുന്നത് വരെ, മക്കാനുൻ അലാ സലാസത്തി അംയാലിൻ മിൻ മക്ക, മക്കയിൽ നിന്ന് 3 മൈൽ
അകലെയുള്ള സ്ഥലമാണ് തനീം. അവിടെ എത്തിയപ്പോൾ ലഖീതു ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാൻ ഇബ്നു തൽഹയെ ഞാൻ കണ്ടുമുട്ടി. ഫഖാല, അദ്ദേഹം ചോദിച്ചു, ഇലാ ഐന യാ ബിൻത സാദിർ റകബ്, സാദിർ റകബിന്റെ മകളെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഉരീദ് സൗജി ബിൽ മദീന, ഞാൻ മദീനയിലുള്ള എൻ്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഖാല ഹൽ അൻതി വഹീദ, നീ ഒറ്റക്കാണോ? ഫഖുൽതു ലാ, അല്ല, അല്ലാഹു മഅന, അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്. വഅഖദ ബിഖിതാമിൽ ബഈർ, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവരൊറ്റക്കാണെന്ന്. അങ്ങനെ അഖദ ബിഖിതാമിൽ ബഈർ, ഒട്ടകത്തിന്റെ കയർ അദ്ദേഹം പിടിച്ചു. ഫന്തലക മഅി യഖൂദുനി, എന്നെയും നയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിൽ നടന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ സഹായിക്കാൻ വേണ്ടി നിന്നു. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ സഹിബ്തു റജുലൻ മിനൽ അറബി അക്രമ മിൻഹു, അദ്ദേഹത്തെക്കാൾ അക്രമായ മാന്യനായ ഒരു വ്യക്തിയെയും ഒരു അറബിയെയും അറബികളിൽപ്പെട്ട ഒരു പുരുഷനെയും ഞാൻ കണ്ടിട്ടില്ല. വല അഷ്റഫ, അദ്ദേഹത്തെക്കാൾ മഹത്വമുള്ള, അദ്ദേഹത്തെക്കാൾ മാന്യതയുള്ള ഒരു വ്യക്തിയെ ഞാൻ അറബികളിൽ വെച്ച് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അതായത് ഇദ്ദേഹം, ഈ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, അയാൾ മുശ്രിക്കാണ്. അപ്പോൾ മുസലമ പറയുന്നത്, മുശ്രിക്കുകളിൽപ്പെട്ട അറബികളിൽ അദ്ദേഹത്തെക്കാൾ നല്ല ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. കാന ഇദാ ബലഗ മൻസിലൻ മിനൽ മനാസിലി, ഏതെങ്കിലും ഒരു വിശ്രമ സ്ഥലത്ത് എത്തിയാൽ അദ്ദേഹം എന്ത് ചെയ്യും? അനാ ഹബി, എൻ്റെ മുട്ടുകുത്തിക്കും, അതായത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് എനിക്കവിടെ സ്റ്റേ ചെയ്യാൻ, നിൽക്കാനുള്ള അവസരം ഒരുക്കും. സുമ്മ തനഹ ഇലാ ഷജറത്തിൻ, പിന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു മരത്തിന്റെ അടുക്കലേക്ക് പോകും. ഫൽതജ തഹ്തഹ, എന്നിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കിടക്കും. ഫൈദാ ദന അറവാഹു, അങ്ങനെ വീണ്ടും യാത്ര പോകാനുള്ള സമയമായാൽ, ദന മീൻസ് സമയമാവുക, സമയമായാലോ ഖാമയില ബൈരി, അദ്ദേഹം ഒട്ടകത്തിന്റെ അടുക്കലേക്ക് പോകും. ഫഅദഹു വറഹലഹു, എന്നിട്ട് അതിനെ യാത്ര പോകാൻ വേണ്ടി തയ്യാറാക്കും. സുമ്മസ്തഖറ അന്നി, എന്നിട്ട് എന്നിൽ നിന്നും കുറച്ചങ്ങോട്ട് മാറി നിൽക്കും. വക്കാല, എന്നിട്ട് എന്നോട് പറയും, ഇർക്കബി, ഒട്ടകത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറയും. ഫൈദ റക്കിബ്തു, ഞാൻ കയറിയാൽ, വസ്തവൈത്തു, ഞാൻ കയറി ഇരിപ്പിടം നേരെയാക്കിയാൽ, അല ബൈരി, ഒട്ടകത്തിന്റെ മേൽ, അത്ത, അദ്ദേഹം വരും. ഫഅഖദ ബി ഖിതാമിഹി, എന്നിട്ട് അതിന്റെ കയറ്, അതിന്റെ കടിഞ്ഞാണ് അദ്ദേഹം പിടിക്കും. വക്കാദഹു, എന്നിട്ട് ഒട്ടകത്തെ നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ അത്രയും മാന്യമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഫലം യസൽ, അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആയിരുന്നില്ല, പിന്നീടാണ് മക്ക വിജയത്തിന്റെ സമയമൊക്കെ ആയപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. ഫലം യസൽ യസ്നഉ ദാലിക, അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ഖദിമ ബിയൽ മദീന, മദീനയിൽ എത്തുന്നത് വരെ. മദീനയിലേക്ക് കുറെ ദിവസത്തെ യാത്രയുണ്ട് മക്കയിൽ നിന്നും പോകുമ്പോൾ. ഫലമാൻ അല്ലറ ഇല ഖറിയത്തി ബനി അമ്ർ, ഞങ്ങളങ്ങനെ ബനു അമ്ര ഗോത്രത്തിന്റെ അടുക്കലെത്തിയപ്പോൾ, ബനു അമ്രബിന് ഔഫിൻ ഖുബായിലുള്ള, ഖുബ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ഒരു സ്ഥലമാണ് അല്ലെ, അവിടെ എത്തിയപ്പോൾ, അതായത് അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നു. വക്കാന ബിഹ മൻസിലു അബി സലമ, അവിടെയായിരുന്നു അബൂ സലമയുടെ വീട്, മീൻസ് അബൂ സലമ അവിടെയാണ് താമസിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന സൗജകി ഫീ ഹാദിഹിൽ ഖറിയത്തി, നിന്റെ ഭർത്താവ് ഈ ഖറിയത്തിലാണ്, ഈ ഗ്രാമത്തിലാണ്. ഫദ്ഖുലിഹ, ഇവിടത്തേക്ക് പ്രവേശിച്ചോളൂ. അലാ ബറകത്തില്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. സുമ്മൻ സർഫ റാജിയാൻ ഇലാ മക്ക, പിന്നെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോയി. ഓക്കെ, ഇതാണ് കഥ. ഇവിടെ എന്താ ഉള്ളത്? അബൂ സലമ വ ഉമ്മു സലമ കാന മിനൽ അശറത്തിൽ അവ്വലീന അല്ലദീന ഹാജറു ഇലൽ ഹബശ, ഇവര് രണ്ടുപേരും, അബൂ സലമയും ഉമ്മു സലമയും, ഹബശയിലേക്ക് പോയ ആദ്യ 10 പേരിൽ പെട്ടതായിരുന്നു. അതായത് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഹിജറ പോയത് ഹബശയിലേക്കാണ്, അബസീനിയ, അതായത് ഇന്നത്തെ എത്യോപ്യ എന്ന സ്ഥലത്തേക്ക്. അവിടത്തേക്ക് ആദ്യം ഒരു 10 പേര് പോയി, പിന്നീട് കുറച്ച് കൂടുതൽ പേര് പോയി, പിന്നെ അവർ തിരിച്ചു വന്നു. അങ്ങനെ ആദ്യം പോയ 10 പേരിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവിടെ മുസ്ലിമയെ കുറിച്ച് എന്താ പറഞ്ഞത്? കാലത്ത് സയ്യിദത്തു ആയിഷ ബിൻത് അബീ ബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലമ്മാ തസവ്വജ റസൂലു ഉമ്മ സലമ, പ്രവാചകൻ ഉമ്മു സലമയെ വിവാഹം ചെയ്തപ്പോൾ, ഹസിൻതു ഹുസ്നൻ ശദീദൻ, ഞാൻ വളരെയധികം ദുഃഖിച്ചു. ലിമാ ദുക്കിറ ലനാ മിൻ ജമാലിഹ, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടതിനാൽ. അതായത് അവൾ, ഉമ്മു സലമ അതിസുന്ദരിയായ യുവതിയാണ് എന്ന് ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് വളരെയധികം ദുഃഖം തോന്നി തൻ്റെ ഭർത്താവായ പ്രവാചകൻ അവരെ കല്യാണം കഴിച്ചപ്പോൾ. ഫതലത്തഫ്തു ഹത്ത റഅയ്തുഹ, അങ്ങനെ അവരെ കാണാൻ ഞാനൊരു അവസരമുണ്ടാക്കി. ഫറഅയ്തു, ഞാൻ കണ്ടു, അദ്ആഫ മാ വസിഫത് ബിഹി, അവർ വർണ്ണിക്കപ്പെട്ടതിനേക്കാൾ
ഇരട്ടികളായിട്ട്. എന്ന് വെച്ചാൽ താൻ കേട്ടതിനേക്കാൾ സുന്ദരിയാണ്, താൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരിയാണ് ഉമ്മു സലമ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതായത് ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ഷഹീദായി. അതിന് ശേഷമാണ് അവരെ പ്രവാചകൻ വിവാഹം ചെയ്തത്. ഓക്കെ, നുലാഹിലു അഹമ്മ മാ തഅല്ലംന മിൻ ഹാദ ദർസ്. ഈ പാഠത്തിൽ നിന്നും നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസ്സഹാബത്തു യുതിഊന അല്ലാഹ വറസൂലഹു. സഹാബികൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമായിരുന്നു. അസ്സഹാബത്തു യുളഹൂന ബിഅൻഫുസിഹിം വഅബ്നാഇഹിം ലിദീനില്ലാഹി. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹാബത്ത് തങ്ങളെയും തങ്ങളുടെ ശരീരത്തെയും തങ്ങളുടെ മക്കളെയും ഒക്കെ ത്യജിക്കുമായിരുന്നു, എല്ലാത്തിനും തയ്യാറാകുമായിരുന്നു. അല്ലെ? കാനത്ത് ഉമ്മു സലമ നമൂദജൻ ലിശ്ശജാഅത്തി വത്തളഹിയത്തി. ഉമ്മു സലമ ത്യാഗത്തിന്റെയും ധീരതയുടെയും ഒരു മാതൃകയായിരുന്നു. ഹാദിഹി നഫ്സ് കാലത്ത് ഗലബ്തന അലൈഹ. ഇത് നിന്റെ ശരീരമാണ്. അറായത്ത് സാഹിബത്തിന ഹാദി. ഞങ്ങളുടെ ഈ സാഹിബത്തിനെ നീ കണ്ടോ? അലാമനത്രുക്കുക തസീറു ബിഹാ ഫിൽ ബിലാദ്. എങ്ങനെയാണ് ഞങ്ങൾ എന്തിന്റെ മേലാണ് അവളെ നിന്റെ കൂടെ സഞ്ചരിക്കാൻ വിടുക എന്ന്. മൻ കാല ഹാദിഹിൽ കലിമാത്തു. ഈ കലിമാത്ത് ആരാണ് പറഞ്ഞത്? കാല ഹാദിഹിൽ കലിമാത്തു കാലത്ത് ഹാദിഹിൽ കലിമാത്തു കബീലത്തു ഉമ്മി സലമ. ഉമ്മ സലമയുടെ ഗോത്രം, അല്ലെങ്കിൽ അസ്ഹാബു കബീലത്തി ഉമ്മി സലമ, ഉമ്മ സലമയുടെ ഗോത്രക്കാർ, അല്ലെങ്കിൽ കാല ഹാദൽ കലാമു അഹ്ലു ഉമ്മി സലമ എന്ന് പറഞ്ഞാൽ മതി, ഉമ്മ സലമയുടെ കുടുംബക്കാർ. മൻ ഹാദിഹി സാഹിബത്തു. സാഹിബത്ത് എന്നിവർ പറഞ്ഞത് ആരെ കൊണ്ടാണ്? ഉമ്മു സലമ, ഉമ്മു സലമയെ കൊണ്ടാണ് പറഞ്ഞത്. മസ്മുഹ അൽ ഹഖീഖി. അവരുടെ യഥാർത്ഥ പേരെന്താണ്? ഹിന്ദ് എന്നുള്ള. ഹിന്ദ് ബിന്ദു അബി ഉമയ്യ എന്നാണ് മേലെ പറഞ്ഞത്. അതാണ് അവരുടെ യഥാർത്ഥ പേര് ഉമ്മു സലമയുടെ. നക്തുബ് ഹംസ ജുമലിൻ അൻ ഉമ്മു സലമ. ഉമ്മു സലമയെ കുറിച്ച് 5 സെന്റൻസുകൾ എഴുതാം. കുറെ എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഉമ്മു സലമ ആരാണ്? കാനത്ത് ഉമ്മു സലമ നമൂദജൻ ലിശ്ശജാഅത്തി വത്തളഹിയത്തി. ഉമ്മു സലമ ധീരതയുടെയും ത്യാഗത്തിന്റെയും ഒരു മാതൃകയാണ് എന്ന് എഴുതാം. പിന്നെ എഴുതാം ഖദ് ലഹത്ത് ഉമ്മു സലമ കസീറൻ ലി അജ്ലിൽ ഇസ്ലാം. ഇസ്ലാമിന് വേണ്ടി ഉമ്മു സലമ ധാരാളം സഹിച്ചിട്ടുണ്ട്, ധാരാളം ത്യാഗം സഹിച്ചിട്ടുണ്ട്. ലഹ, ത്യാഗം സഹിച്ചു. പിന്നെ എന്തെഴുതാം? കാനത്ത് ഉമ്മു സലമ സൗജത്തു അബി സലമ. ഉമ്മു സലമ അബൂ സലമയുടെ ഭർത്താവായിരുന്നു. വകാനത്ത് ഉമ്മു സലമ സലമയുടെ ഉമ്മയായിരുന്നു. പിന്നെ തസവജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതി സൗജിഹ. ഭർത്താവിന്റെ മരണത്തിന് ശേഷം പ്രവാചകൻ അവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെഴുതാം? കാനത്ത് ഫതാത്തൻ ജമീലത്തൻ ജിദ്ദൻ. അവർ വളരെയധികം സൗന്ദര്യമുള്ള യുവതിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നഖറവ് ഹാദിഹിൽ ഇബാറത്തലാത്തിയ. താഴെയുള്ള സെന്റൻസ് വായിക്കാം. പിന്നെയോ വനർബുത്തഹ ബിസിയാഖി. സന്ദർഭം കണ്ടെത്താം. കമാ ലാഹദന ഫിന്നസി. പടവത്ത് നമ്മൾ കണ്ടതുപോലെ. ഈ സംഗതി എപ്പോഴാണ്, ആരാണ് പറഞ്ഞത് എന്ന് നോക്കാം. ഫവല്ലാഹി മാൽ സഹിബ്തു റജുലൻ മിനൽ അറബി അക്രമ മിൻഹു വലാ അസ്റഫ. അദ്ദേഹത്തെക്കാൾ മാന്യനായ ഒരു വ്യക്തിയെയും അറബികളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതാര് പറഞ്ഞാണ്? ഖാലത്ത് ഹാദിഹിൽ ഇബാറത ഉമ്മു സലമ ലമ്മ ഔസലഹു. ലമ്മ ഔസലഹ. അവരെ എത്തിച്ചപ്പോൾ ആര്? ഉസ്മാൻ ഇബ്നു തൽഹ ഇലൽ മദീന. ഉസ്മാൻ ഇബ്നു തൽഹ അവരെ മദീനയിലേക്ക് എത്തിച്ചപ്പോൾ ഉമ്മു സലമ പറഞ്ഞ കാര്യമാണിത് അല്ലേ? കാലത്ത് ഹാദിഹിൽ ഇബാറത്ത ഉമ്മു സലമ അൻ ഉസ്മാൻ ഇബ്നു തൽഹ. അങ്ങനെ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു തൽഹയെ കുറിച്ച് പറഞ്ഞതാണിത്. ലമ്മ ഔസലഹ ഇലൽ മദീന. അദ്ദേഹം അവരെ മദീനയിലേക്ക് എത്തിച്ചപ്പോൾ. നുഇദ് ഫിഖറത്തൻ അൻ ഹിജ്റത്തി ഉമ്മു സലമ ഇലൽ മദീന. ഉമ്മു സലമയുടെ മദീനയിലേക്കുള്ള യാത്രയെ കുറിച്ച് ഒരു സെന്റൻസ്, നമുക്ക് ഒരു ഫിഖറത്ത്, ഒരു പാരഗ്രാഫ് എഴുതാം. അതിങ്ങനെ എഴുതാം. ഖറജത്ത് ഉമ്മു സലമ ഇലൽ മദീന. ഉമ്മു സലമ മദീനയിലേക്ക് പുറപ്പെട്ടു. മാ സൗജിഹ വബ്നിഹ. തന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെ. ലാക്കിന്ന ഖൗമഹ മനൗഹ. പക്ഷെ അവരുടെ ഗോത്രം അവരെ തടഞ്ഞു. വ അഖദ അഹ്ലു സൗജിഹ ഇബ്നഹ മിൻഹ. അവരുടെ ഭർത്താവിന്റെ ഗോത്രം മകനെ അവരിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. ഫന്തലക അബൂ സലമ വഅദഹു. അങ്ങനെ അബൂ സലമ ഒറ്റക്ക് പോയി. ബഖിയത്ത് ഉമ്മു സലമ ഹസീനത്തിൻ തബ്കി ലിമുദ്ദത്തി സനത്തിൻ. ഉമ്മു സലമ 1 വർഷത്തോളം കരഞ്ഞ് ഇരുന്നു. ബഅദ ദാലിക. അതിനുശേഷം റഖ കൽബു ഖൗമിഹ. അവളുടെ ഗോത്രത്തിന്റെ കൽബ്, മനസ്സലിഞ്ഞു. ഫസമഹു ലഹ ബിൽ ലിഹാഖി ബിസൗജിഹ. അങ്ങനെ അവളുടെ ഭർത്താവുമായിട്ട് കണ്ടുമുട്ടാൻ അവർ അനുവദിച്ചു. വറദ്ദു ഇലൈഹ ഇബ്നഹ. മകനെ അവർക്ക് തിരിച്ചു നൽകി. ഖറജത്ത് ഉമ്മു സലമ വഹദഹ നഹവൽ മദീന. ഉമ്മു സലമ ഒറ്റക്ക് മദീനയിലേക്ക് പുറപ്പെട്ടു.
വഫിത്തരിക്ക് വഴിയിൽ വെച്ച് സഅദഹ ഉസ്മാൻ ബിൻ തൽഹ അവരെ സഹായിച്ചു. ഹത്ത വസലത്ത് ഇലാ ഖുബ ബി അമാനിൻ, അങ്ങനെ ഖുബ എന്ന് പറയുന്ന സ്ഥലത്ത് സുരക്ഷിതമായി അവരെത്തിച്ചേർന്നു. വജ്തമഅതു ബിസൗജിഹ മറത്തൻ ഉഖറ, അങ്ങനെ തന്റെ ഭർത്താവിനെ അവർ വീണ്ടും കണ്ടുമുട്ടി. ഇവിടെ കുറെ സെന്റൻസ് ഉണ്ട്. ഹാദിഹി നഫ്സുക ഗലബ്തന അലൈഹ അറഅയ്ത സാഹിബതന ഹാദിഹി അലാ മൻ യത്റുകുക തസീറു ബിഹ. ഇവിടെയൊക്കെ നീല നിറത്തിൽ കാണുന്ന അക്ഷരങ്ങളൊക്കെ ലമീറുകളാണ്, അതായത് മുത്തസിലായ ലമീറുകൾ. അൽ ലമീറുൽ മുത്തസിൽ എന്ന് വെച്ചാൽ മറ്റൊരു വാക്കിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകൾക്കാണ് ലമീറുൽ മുത്തസിൽ എന്ന് പറയുക. ലമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോനൗൺസ് ആണ് ലമീറുകൾ. ഹി, ഷി എന്നൊക്കെ പറയുന്ന പോലുള്ള വാക്കുകൾ, അതിന്റെ അറബിക് വാക്കുകളാണ് ഇവയൊക്കെ. ക എന്ന് പറഞ്ഞാൽ നിന്റെ, ന ഞങ്ങളുടെ, ഹ അവളുടെ, ത നീ, ന ഞങ്ങൾ, അങ്ങനെ നീ ഞങ്ങൾ അവൻ അവൾ എന്നൊക്കെ പറയുന്ന ലമീറുകളാണ് ഇവ. എന്നാൽ മുത്തസില ലമീർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിന്റെ കൂടെ ചേർന്നുകൊണ്ട്, ഇസ്മിന്റെ കൂടെയോ ഫീലിന്റെ കൂടെയോ ഹർഫിന്റെ കൂടെയൊക്കെ ചേർന്നുകൊണ്ട് വരുന്ന ലമീറുകൾ. ഇനി ഇതിന്റെ കൂടെ ചേരാതെ ഒറ്റയ്ക്ക് വരുന്ന ലമീറുകൾ ഉണ്ടാകും. ഹുവ, ഹിയ, അന എന്നൊക്കെ പറയുന്ന ലമീറുകൾ മറ്റു വാക്കിന്റെ കൂടെ ചേരാതെ ഒറ്റയ്ക്ക് വരുന്ന ലമീറുകളാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന ലമീറുകൾക്ക് മുൻഫസിലായ ലമീർ എന്നും മറ്റു വാക്കിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകൾക്ക് മുത്തസിലായ ലമീർ എന്നും പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യണം? നസ്തഖ്രിജു അൽ മുൻഫസിലായ ലമീറുകൾ വേർതിരിക്കണം, കണ്ടെത്തണം. ഫിൽ ജുമലില്ലാത്ത താഴെയുള്ള ജുംലകളിൽ നിന്നും. വനക്തുബുഹ കമ ഫിൽ മിസാൽ, എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ ഇവിടെ എഴുതാം. ഇവിടെ ഉഹിബ്ബു വതനി, ഞാൻ എൻ്റെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നു. അതിൽ ഉഹിബ്ബു എന്നുള്ളതിൽ ഒരു ലമീർ ഉണ്ട്. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏതാണ് ലമീർ? ഞാൻ എന്നതാണ് അല്ലേ. ഞാൻ എന്നത് മുൻഫസിലായ ലമീറായിട്ട് എങ്ങനെ പറയും? അന. നെഹ്നു നെഹ്തരിമു അൽ അസാത്തിദത, ഞങ്ങൾ അധ്യാപകരെ ആദരിക്കുന്നു. അതിലുള്ള മുൻഫസിലായ ലമീർ നെഹ്നു ആണ്, അവിടെ കാണുന്നുണ്ട്. നെഹ്നു അവിടെ എഴുതുക. ഉസ്മാൻ ബിൻ തൽഹ ഹുവ റജുലുൻ മുകറമൻ, ഉസ്മാൻ ബിൻ തൽഹ മാന്യനായ വ്യക്തിയാണ്. അവിടെ ഹുവ എന്നതാണ് മുൻഫസിലായ ലമീർ. ഉമ്മു സലമ ഹിയ ഇമ്രാത്തുൻ ദാതു ഷജാഅത്തിൻ, ഉമ്മു സലമ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്. ഹിയയാണ് അവിടെ ലമീർ, മുൻഫസിലായ ലമീർ. ഹും ആലാവ് കബീലത്തി, അവർ എൻ്റെ ഗോത്രത്തിലെ ആളുകളാണ്. അവിടെ ഹും എന്നത് മുൻഫസിലായ ലമീർ. ഹുന്ന ദാരിസാത്തുൻ ഫി ഖിസ്മിൽ ലോകത്തിൽ അറബിയ, അവർ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിനികളാണ്. അവിടെ ഹുന്ന. ഹൽ അൻതുമ ഗായിബാനി സബാഹൻ, നിങ്ങൾ രണ്ടുപേരും രാവിലെ ആബ്സെന്റ് ആയിരുന്നോ? ആബ്സെന്റ്. ഗായിബ്. അൻതുമ ആണ് ലമീറുൻ മുൻഫസിൽ. ഓക്കെ.